നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ PYQs പാർട്ട് 3 ആണ് ചെയ്യുന്നത്. പിന്നെ കുറേ സബ്ജക്ട്സിന്റെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായത് ഏത് പദ്ധതിയാണ്? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. ശരിയാണ്. അടുത്തത്, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വരുന്നത്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21B വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയാണോ? അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 21B അല്ല, ആർട്ടിക്കിൾ 21A ആണ്. 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു 2022 86 ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ് അല്ലെ. അപ്പൊ 3ഉം 4ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതാണ്? സി ആണ്, 1ഉം 2ഉം. അടുത്ത ചോദ്യം, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്ക്? അപ്പൊ സൈബർ നിയമങ്ങൾ എന്ന് വരുമ്പം സ്റ്റേറ്റ് ലിസ്റ്റിലും അല്ല, സെൻട്രലിലും അല്ല, കൺകറന്റിലും അല്ല, റെസിജ്വൽ ആണ് വരുന്നത് അല്ലെ. അപ്പൊ അത് ആർക്കാണ് വരിക? അത് ആരാണ് പിന്നെ അതിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണുള്ളത്? സെൻട്രലിന് തന്നെയാണ്. അപ്പൊ സെൻട്രൽ പാർലമെന്റിനാണ്, കേന്ദ്ര പാർലമെന്റിനാണ് അത് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. അപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറയാ. അപ്പൊ സോവറിനിറ്റി, പരമാധികാരമാണ് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് 1934 ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 അതും ശരിയാണ്. ഈ ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ, 1949 നവംബർ 26. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നോ? സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സഭയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ആദ്യം ഒരു ഇന്ററിം പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുത്തതാണ് പിന്നീട് രാജേന്ദ്ര പ്രസാദിനെ. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാജേന്ദ്ര പ്രസാദ്, അല്ലാതെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ സിൻഹ കേട്ടോ. അപ്പൊ ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ശരിയായിട്ടുള്ളത് ഏതാണ്? 1, 2, 3 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? അപ്പൊ ഏത് ഭാഗമാണ് ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കിയത്? ആമുഖമാണ് അല്ലെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിന്റെ ഭാഗം, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ശരിയാണല്ലേ. സിംഗിൾ സിറ്റിസൺഷിപ്പ് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പൗരത്വത്തെ കുറിച്ച് ഏത് ഭാഗത്തിലാണ് വരുന്നത്? ഭാഗം 2 അല്ലെ.
ഭാഗം 4 DPSP ആണ്, നിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം 4 വരുന്നത്. പൗരത്വത്തെ കുറിച്ച് പറയുന്നത് ഭാഗം 2 ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം, നാച്ചുറലൈസേഷൻ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വകുപ്പ് 5 മുതൽ 11 വരെയാണ്, 5 to 11 ആണ് എന്തിൽ വരുന്നത്, സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. അപ്പൊ ഇവിടെ 2ഉം 4ഉം ആണ് ശരിക്കും ആൻസർ വരേണ്ടത്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ 4 ഓൺലി എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടില്ല. PSCന്റെ ആൻസർ കീയിൽ, ഫൈനൽ കീയിൽ ആൻസർ എടുക്കുന്നത് ഓപ്ഷൻ എ എന്നാണ്. പക്ഷെ എന്നാലും 2 and 4 ആണ് ശരിക്കും ഉത്തരം വരേണ്ടത് കേട്ടോ. 2ഉം തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, നമ്മുടെ റിട്ടുകളെ പറ്റിയിട്ടുള്ളത്. അപ്പം A, B എന്ന് പറഞ്ഞിട്ട് റിട്ടുകളും അതിന്റെ ഡെഫിനിഷൻസും കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ അല്ല, അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്താണ്, ശരീരം ഹാജരാക്കുക എന്നല്ലേ. തടങ്കലിലൊക്കെ വെച്ചിട്ടുള്ള ഒരാളെ ഹാജരാക്കാൻ പറയുന്ന, അതിനുവേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പം ശരീരം ഹാജരാക്കുക. ഇനി മാൻഡമസ് നമ്മൾ പറഞ്ഞു, വി കൊമാൻഡ് അല്ലെ, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അപ്പം 2C ആണ് വരിക. കോ വാറണ്ടോ, ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്താൽ എന്നാണ് വരിക, 3A. ഇനി പ്രൊഹിബിഷൻ, ടു സ്റ്റോപ്പ് അല്ലെങ്കിൽ ടു പ്രൊഹിബിറ്റ്, റദ്ദാക്കുക. അപ്പൊ 4D ആണ് വരിക. അപ്പൊ കറക്റ്റ് ആൻസർ, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. 1B, 2C, 3A, 4D. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? അപ്പം ആർട്ടിക്കിൾ 44 ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെ. യൂണിഫോം സിവിൽ കോഡ് ഏത് തത്വങ്ങളിലാണ് വരുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലെ, DPSPയിലാണ് വരുന്നത്. ഇനി ചേരുംപടി ചേർക്കലാണ്. അപ്പൊ നമ്മുടെ കുറച്ച് പദവികളും അത് വഹിക്കുന്ന ആളുകളും ആരാണെന്നാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിൽ ഇപ്പം ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പൊ B ആണ് വരുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, 2D ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാ? R വെങ്കിട്ടരാമണി കേട്ടോ. 3A വരുന്നത്. ഇനി 4 ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അപ്പം ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. അപ്പൊ ഈ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് എവിടെയാ? 1B, 2D, 3A, 4C. ഓപ്ഷൻ A ആണ് വരുന്നത്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? അപ്പൊ ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ 226 ആണ് കേട്ടോ, 226. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതികളുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് അതിൽ പറയുന്നത്. അപ്പം 32 ആർട്ടിക്കിൾ 32 ഏതാണ്? സുപ്രീം കോടതികളുടെ. ഹൈക്കോടതികളുടെ ആണെങ്കിൽ ആർട്ടിക്കിൾ 226 കേട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്, മറക്കുകയും ചെയ്യരുത്. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? അപ്പം ഇക്വാലിറ്റി ബിഫോർ ലോ. അപ്പൊ റൈറ്റ് ഇക്വാലിറ്റി ഒക്കെ വരുന്നത് ഏതാ? ആർട്ടിക്കിൾ 14 അല്ലെ. അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വം വരുന്നത് കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. അപ്പം അവിടെ നിർബന്ധിക്കാൻ പറയുമ്പോൾ അവരോട് കമാൻഡ് ചെയ്യാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യണം എന്ന് കമാൻഡ് ചെയ്യുക. നമ്മൾ എന്താണ്? വി കമാൻഡ് പഠിച്ചു, മാൻഡമസ് ആണ്. ഓപ്ഷൻ C ആണ് വരുന്നത് കേട്ടോ. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അപ്പൊ ഏത് അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 51A ആണല്ലേ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A 1947 ജൂലൈ 22. അപ്പം 1947 ജൂലൈ 22 ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത്. ഇനി വീണ്ടും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? അപ്പൊ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ആ സമയത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ 19 വകുപ്പിലുള്ള മൗലിക അവകാശങ്ങളെല്ലാം മരവിപ്പിക്കപ്പെടുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്.
ജസ്റ്റീഷ്യബിൾ ആണ്, ശരിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ ആണ്, നമുക്ക് ന്യായവാദാർഹങ്ങളാണെന്ന് പറയാം. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ? അത് ഇതിലാണ് വരുന്നത്, ആർട്ടിക്കിൾ 19 വരുന്നത്. ഫ്രീഡം അല്ലെ, റൈറ്റ് ടു ഫ്രീഡം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സ്പീച്ച്, അതൊക്കെ ആർട്ടിക്കിൾ 19 വരുന്നത്. 21 എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ ഉത്തരം വരുന്നത് ഡി, 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരി. ആറ് വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഏതിലാണ് പറയുന്നത്? 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2002 86-ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? അപ്പൊ ജനഗണമന എന്നാണ് ദേശീയഗാനമായിട്ട് അംഗീകരിച്ചത്? 1950 ജനുവരി 24 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ജനുവരി 24 കേട്ടോ. നമുക്ക് 26 എന്ന് ചിലപ്പം തെറ്റി കുത്താനുള്ളൊരു ടെൻഡൻസി വരും. 26 അല്ല, 24 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു അല്ലെ, 1978 അപ്പൊ ആരാണ്? മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി, ഇന്ദിരാഗാന്ധി ആയിരുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം 1978 44-ാം ഭരണഘടനാ ഭേദഗതി കേട്ടോ. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ദേശീയ പതാകയെ കുറിച്ചിട്ട് 51A അതിന്റെ സബ് ക്ലോസ് ആയിട്ടുള്ള എ വകുപ്പിലാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. അപ്പം 51A സബ് ക്ലോസ് എയിലാണ് വരുന്നത് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അപ്പൊ വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അപ്പൊ അവസര സമത്വം എന്ന് പറയുമ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഏതാണ്? ആർട്ടിക്കിൾ 16. 16-ാം വകുപ്പ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, 1950 ജനുവരി 26 ദേശീയ ചിഹ്നം അംഗീകരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ദേശീയ ഗാനം ജനഗണമന എന്നാണ് അംഗീകരിച്ചത്? 24 ജനുവരി 24 കേട്ടോ. അപ്പൊ അത് ഒക്കെ ഓർത്തിരിക്കുക, ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സാരനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് തെറ്റ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി.
ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഇവിടെ അത് അതേപടി ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് തെറ്റല്ലേ? നമ്മുടെ ഇന്ത്യയുടെ രീതികൾക്കനുസരിച്ച് അതിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ നമ്മൾ കോപ്പിക്കാറ്റ് ചെയ്തിട്ടില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? 26 ജനുവരി 1950 ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തത്. അംഗീകരിച്ചത് എന്നാ? നമ്മൾ ആമുഖത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 1949 നവംബർ 26 നമ്മൾ അംഗീകരിക്കുന്നത് കേട്ടോ. ഇവിടെ നിലവിൽ വന്നതാണ് 26 ജനുവരി 1950. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്, ശ്രദ്ധിക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? 2ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ഇലക്റ്റഡ് ഹെഡ് ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്റ്റഡ് ഹെഡ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അതാണ് റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? അപ്പൊ എങ്ങനെ അവർക്ക് ഇവിടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുക? രജിസ്ട്രേഷൻ മാത്രമാണ് അതിനുള്ള ഒരു മാർഗം. അപ്പോൾ ഓപ്ഷൻ സി ആണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. പാരമ്പര്യം വഴിയുള്ളതോ ജന്മം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ ഭൂപ്രദേശ സംയോജനം കൊണ്ടുള്ളതോ ഒന്നും അവിടെ സാധ്യമല്ല. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത. അപ്പൊ ഇതിൽ 20 ഉൾപ്പെടാത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്. നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്. ഒരു നിയമലംഘനത്തിന് 1ൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. അപ്പൊ ഇതിൽ ആർട്ടിക്കിൾ 20 പറയാത്തത് ബി ആണ്. നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. അവിടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആണ് വരുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ് അത് വരുന്നത് കേട്ടോ. ബാക്കി 3ഉം 20 പെടുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അല്ല അല്ലെ? അത് തെറ്റാണ്. 44ാം ഭേദഗതിയിലൂടെയാണ് അങ്ങനെ മാറ്റിയത്. 1978 44ാം ഭേദഗതിയിലാണ് അങ്ങനെ 6ൽ നിന്ന് 5 വർഷമാക്കിയത്. 5ൽ നിന്ന് 6 ആക്കിയതായിരുന്നു 42. 42 5ൽ നിന്ന് 6 ആക്കി. പിന്നീട് അത് തിരിച്ച് 6ൽ നിന്ന് 5 ആക്കിയത് 44. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി തീർത്തു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെന്റ്മെന്റ് ആണ്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഇവിടെയും തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ്. ശരിയാണ്. USSRന്റെ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ 11 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. അപ്പൊ 11 ഉത്തരം വരുന്നത്. 10 മൗലിക കടമകളല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു. അതും മൗലിക കടമകളിലല്ല വരുന്നത്. അത് നിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. DPSPയിലാണ് വരുന്നത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 51A വരുന്നത്. അപ്പം 1ഉം 4ഉം ആണ് ശരി. ഇവിടെ തെറ്റ് വരുന്നത് 2ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1977 രൂപീകൃതമായ അശോക് മേത്ത കമ്മിറ്റി ജില്ലാ ബ്ലോക്ക് ഗ്രാമതലങ്ങളിൽ ത്രിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. എങ്ങനെയാ തെറ്റുന്നത്? അശോക് മേത്ത കമ്മിറ്റി എന്താണ്? ത്രിതല ഗവൺമെന്റ് അല്ല, ദ്വിതല ഗവൺമെന്റ് ആണ് ശുപാർശ ചെയ്തത്. ടു ടയർ ഗവൺമെന്റ് സിസ്റ്റം ആണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത് കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. അപ്പം ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് തുങ്കൻ കമ്മിറ്റി തന്നെയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഇയർ ആണ്. 1984 88 ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് കേട്ടോ. തുങ്കൻ കമ്മിറ്റി വന്നത് 1988. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1957 ബൽവന്ത്റായ് മേത്ത കമ്മിറ്റി ജില്ലാ തലം, ബ്ലോക്ക് തലം എന്നിങ്ങനെ ദ്വിതല ഗവൺമെന്റുകൾക്ക് ശുപാർശ നൽകി. അതും തെറ്റാ. ഇവരാണ് 3 ടയർ സിസ്റ്റം പറഞ്ഞത്. ബൽവന്ത്റായ് മേത്തയാണ് ത്രിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ ഓപ്ഷൻസിൽ അത് കൊടുത്തിട്ടില്ല. അപ്പം ശരിക്കും ഇത് 3ഉം തെറ്റായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ആയിട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഈ ഫാക്റ്റുകൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏത്? പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഈ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടുന്നത് പ്രധാനമന്ത്രിയാണോ? അല്ല, പ്രസിഡന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഇതുവരെ 3 സംയുക്ത സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിലൊന്ന് സ്ത്രീധന നിരോധന നിയമമാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. അപ്പൊ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട, സിമ്പിൾ മെജോറിറ്റി മതി. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2, 3, 4 മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഏത് ഭേദഗതിയാണ്? 86th അമെന്റ്മെന്റ്. നമ്മൾ പഠിച്ചതാണ്, കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഏതാണ് വർഷം? 2002 ആണ് അല്ലെ. ഓപ്ഷൻ ബി 2002 ആണ് ശരി ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും. അത് തന്നെയാണ് തെറ്റായിട്ടുള്ളത്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും വരുന്നത് ഏതാ? ആർട്ടിക്കിൾ 39A ആണ് വരുന്നത്. 38 എന്താണ് ശരിക്കും വരുന്നത്? നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ സോഷ്യൽ വെൽഫെയറും അതൊക്കെയാണ് വരുന്നത്. അപ്പൊ അനുച്ഛേദം 38 അല്ല തുല്യനീതി വരുന്നത് കേട്ടോ. അത് തന്നെയാണ് തെറ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. അനുച്ഛേദം 44 സിവിൽ നിയമ സംഹിത, അനുച്ഛേദം 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി, 79 പാർലമെന്റ് രൂപീകരണം. അപ്പൊ അനുച്ഛേദം 38 ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ലോക്സഭാ സ്പീക്കറിനാണ്. നമ്മൾ പറഞ്ഞു ലോക്സഭയിൽ മാത്രമാണ് പണബില്ല് മുന്നോട്ട് വെക്കാനുള്ളത്, അല്ലെങ്കിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ലോക്സഭയിൽ മാത്രമാണ് സാധിക്കുക. അപ്പൊ ലോക്സഭാ സ്പീക്കറാണ് അത് പണബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. ആർട്ടിക്കിൾ 110(3) പ്രകാരം ലോക്സഭാ സ്പീക്കറിനാണ് അധികാരമുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചതല്ല ചോദിക്കണേ, ആദ്യമായിട്ട് എവിടെയാണ് അവതരിപ്പിച്ചത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803 അമേരിക്കൻ സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം വന്നത് ഈ ഒരു കേസിലാണ്. മർബറി വേഴ്സസ് മാഡിസൺ കേസ് കേട്ടോ. അത് അമേരിക്കൻ സുപ്രീം കോർട്ടിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആണോ? അല്ല, ഭാഗം 6 എന്തിനെ പറ്റിയാ പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ.
അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ശരിയാണ്. നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും 3 ഇതാണുള്ളത്: രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഇവര് 3ഉം കൂടി ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രപതി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ ഇത് 3ഉം കൂടിയിട്ടാണ് പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. അതും ശരിയായിട്ടുള്ളതാണ്. ഏതാണ് ആ ദ്വിമണ്ഡലങ്ങൾ എന്ന് നമുക്ക് അറിയാലോ അല്ലെ? ഏതൊക്കെയാണ്? ലോക്സഭയും രാജ്യസഭയും. പാർലമെന്റ് എന്ന പദം ഉദ്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാർലർ എന്നുള്ളത് ഇംഗ്ലീഷ് പദമല്ല, അത് ഒരു ഫ്രഞ്ച് പദമാണ്. അപ്പൊ 4th സ്റ്റേറ്റ്മെന്റും തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് 1ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം. അപ്പൊ റൈറ്റ് ടു റിലീജിയൻ ഒക്കെ വരുന്നത് ഏതിലാണ്? റൈറ്റ് ടു പ്രൊഫസ് പ്രോപ്പഗേറ്റ് റിലീജിയൻ, അങ്ങനെയാണത് വരുന്നത്. അത് വരുന്നത് അനുച്ഛേദം 26ലാണ്, ആർട്ടിക്കിൾ 26 കേട്ടോ. പ്രൊറോഗേഷൻ എന്നത് എന്താണ്? ഒരു പ്രൊറോഗേഷൻ എന്ന് പറയുമ്പോൾ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ഈ പാർലമെന്റിന്റെ സെഷൻ ഒക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ച് എന്താണ് ഈ പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്? ഒരു സെഷൻ അവസാനിക്കുന്നതിനെയാണ് പ്രൊറോഗേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു സെഷൻ അവസാനിക്കുന്നു. The 42nd Constitution Amendment Act of 1976 added to the preamble the words Unity of the Nation, Socialist, Unity and Integrity, Secular. അപ്പം 42ാമത് ഭേദഗതി ആമുഖത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർത്തു എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി അല്ലേ കൂട്ടിച്ചേർത്തത്. സ്ഥിതി സമത്വം, അതുപോലെ മതേതരത്വം, പിന്നെ ഐക്യവും അഖണ്ഡതയും, ഇതൊക്കെയാണ് നമ്മുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 and 4 ആണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഗവർണറുടെ പ്രവർത്തനങ്ങൾ? ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. അപ്പൊ ഇതെല്ലാം ഗവർണറുടെ പ്രവർത്തന പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, മുകളിൽ പറഞ്ഞ എല്ലാം. സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതിയിൽ ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആൾ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ യോഗ്യതയുള്ള ആൾ, ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആൾ ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. അപ്പൊ ഇവിടെ 3ഉം 4ഉം മതി. സുപ്രീം കോടതി ജഡ്ജി ആവാൻ യോഗ്യത ഉള്ളത് അറ്റോർണി ജനറൽ ആണ് പറയാം. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെവലിലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത മതി. ചീഫ് ജസ്റ്റിസ് ആവാൻ അത് നിർബന്ധം, അങ്ങനെ ഒരു നിബന്ധന ഇല്ല. അപ്പൊ ഇവിടെ 3ഉം 4ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഹൈക്കോടതി ജഡ്ജി ആവാനും അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 165 പ്രകാരം അതാണ് അവിടെ പറയുന്നത്. ഹൈക്കോടതി ജഡ്ജി ആവാൻ യോഗ്യത ഉള്ള ആള്. അതുപോലെ തന്നെ ഗവർണറുടെ പ്ലഷർ ഡ്യൂ ടു ദ അല്ലെങ്കിൽ ഡ്യൂ ടൈം ഓഫ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്നാണ് പറയണത്. അപ്പൊ 3ഉം 4ഉം. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെന്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ്? അപ്പം ഏത് ആർട്ടിക്കിൾ ആണ് 32 അല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെന്റിനെ അനുവദിക്കുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 139 ആണ് കേട്ടോ വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 226 നമ്മൾ പറഞ്ഞു ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം, 32 സുപ്രീം കോടതി. അതും എപ്പോഴും മൈൻഡിൽ വേണം കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത് എന്തൊക്കെയാണെന്നാണ്. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം. ശരിയാണ്. വിധാൻസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം. അതും ശരിയാണ്. നിയമനങ്ങളുടെ സംവരണത്തിനുള്ള വ്യവസ്ഥ, അത് ആർട്ടിക്കിൾ 330, 332 പറയുന്നതല്ല. അപ്പം 1ഉം 2ഉം ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിംഗ്
TPLF എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിങ്. അതായത് ഇപ്പം ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ബന്ധമില്ലാത്തൊരു മൂന്നാം കക്ഷി അതിന് ഫണ്ടിങ് കൊടുക്കും. എന്നിട്ട് ആ കേസ് ജയിച്ച് കഴിയുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാര തുകയുണ്ടല്ലോ, ആ തുകയിൽ നിന്ന് ഒരു ഭാഗം ഇവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി ഫണ്ടിങ് വരുന്നത്. അപ്പം മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. പൊതു താല്പര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ശരിയാണ്. ഇപ്പം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണെങ്കിൽ ഒരു പബ്ലിക് കൺസേണിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഇവരിങ്ങനെ ഫണ്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയമസഹായം അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ നഷ്ടപരിഹാരം കിട്ടുമ്പോൾ ഒരു തുക കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വേഗത്തിലുള്ള കോടതി വിധികൾ ഉറപ്പാക്കാൻ TPLF, അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. TPLF ഉള്ളത് കൊണ്ട് സ്പീഡപ്പ് ആവുന്നുണ്ട് പ്രോസസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോടതി വിധികൾ അത് ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. നമുക്കത് ചെയ്യാനുള്ള ഫണ്ടിങ്ങിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നില്ല. ശരി ഉത്തരം വരുന്നത് ഏതാണ്? 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏതാണ്? ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓപ്ഷൻ C ആണ് 42nd അമെൻമെന്റ് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു? ഏതാണ്? എവിടെ വേണമെങ്കിലും സ്ഥിരതാമസമാക്കാനുള്ളത്. ആർക്കത് കൊടുക്കുന്നത്? സിറ്റിസൺസിനാണ് മോസ്റ്റ്ലി അല്ലെ, ഇന്ത്യൻ സിറ്റിസൺസിനാണ് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 19(1)(e) ആണ് ഇങ്ങനെ ഒരു അവകാശം നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 19(1)(e) സബ് ക്ലോസ് E കേട്ടോ. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞു, ഒരുപാട് തവണ പറഞ്ഞതാണ്, സെന്ററും സ്റ്റേറ്റും കൺകറന്റും അല്ലാതെ വരുന്നതാണ് അവശിഷ്ട അധികാരങ്ങൾ, റെസിജ്വല്. അത് ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിനാണ് അവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഏത് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫെഡറൽ കോടതി വന്നത്? 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അപ്പം 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് ഒരു ഫെഡറൽ കോടതി വരുന്നത്. 1937 ഒക്ടോബർ 1 ഡൽഹിയിലാണ് വരുന്നത്. പിന്നീട് 1950 ജനുവരി 28 അത് സുപ്രീം കോർട്ട് എന്നുള്ള പേരിലേക്ക് മാറുന്നത്. ആ ഫെഡറൽ കോടതിനെ സുപ്രീം കോർട്ട് എന്നുള്ള പേരിൽ മാറ്റുന്നത് 1950 ജനുവരി 28 അപ്പൊ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് വരുന്നത്? ഫെഡറൽ കോടതി വന്നിട്ടുള്ളത് കേട്ടോ. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അത് ശുപാർശ ചെയ്തു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല, അപ്പം അതും ശരിയാണ് അല്ലെ. ഡീസെൻട്രലൈസേഷനുള്ള ആദ്യ തലം ജില്ലയാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ D ആണ് വരുന്നത്. 1, 2, 3, 4. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇപ്പത്തെ ജ്ഞാനേഷ് കുമാർ ആണ് അല്ലെ. ഓപ്ഷൻ C ജ്ഞാനേഷ് കുമാർ. അടുത്ത ചോദ്യം, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്രൈമറിലി എൻഷ്യൂർസ് ഇക്വാലിറ്റി ബിഫോർ ലോ, fair hearing and absence of bias, delegation of essential legislative functions, unrestricted discretionary power to the executive. അപ്പൊ ഇതില് നാച്ചുറൽ ജസ്റ്റിസ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ ഏതൊക്കെയാ വരിക? ഇക്വാലിറ്റി ബിഫോർ ലോയും, ഫെയർ ഹിയറിംഗ് ആൻഡ് ആബ്സെൻസ് ഓഫ് ബയസ്. ബയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനോട് ഒരു ചായ്വില്ലത്. ബയസ് എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട്, ആബ്സെൻസ് ഓഫ് ബയസ് എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട്. ബയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനോടെങ്കിലും ഒരു ഫേവറിറ്റിസം ഉണ്ടാവുക. അപ്പൊ അതില്ലാതെ ഫെയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് ഇവിടെ വരുന്നത്, തുല്യത. അപ്പോൾ 1 and 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. The welfare state is often justified as a means to. ഇപ്പൊ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളത് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? സെക്യൂർ മിനിമം ക്വാളിറ്റി ലൈഫ്
ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഓൾ, പ്രൊമോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ഇക്വാലിറ്റി, അപ്ഹോൾഡ് സോഷ്യൽ ജസ്റ്റിസ്, റിഡ്യൂസ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 1, 2 and 3 ആണ് വരുന്നത് അല്ലെ. റെഡ്യൂസ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, സ്റ്റേറ്റിന്റെ ഇടപെടൽ കുറയ്ക്കും എന്നുള്ളതൊന്നും വെൽഫെയർ സ്റ്റേറ്റിൽ പറയുന്നില്ല. ബാക്കി 3 വരുന്നുണ്ട്. സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷനെ പറ്റിയൊന്നും അവിടെ പറയുന്നില്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഫോർ ലോകായുക്ത ഇൻ സ്റ്റേറ്റ് വാസ് മെയ്ഡ് ബൈ. ഇതിൽ ആരാണ് ലോകായുക്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ലോകായുക്ത എന്നുള്ള റെക്കമെൻഡേഷൻ ആരാണ് കൊണ്ടുവന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ആണ് അല്ലെ. 1966 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ആണ് ലോകായുക്തന്റെ കാര്യം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ലോകായുക്ത എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേട്ടോ. അപ്പൊ 1 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്ററി ഓവർസൈറ്റ് ഓവർ ദ എക്സിക്യൂട്ടീവ് ഇൻക്ലൂഡ്സ് പാർലമെന്ററി കമ്മിറ്റീസ്, ക്വസ്റ്റ്യൻ അവർ ആൻഡ് സീറോ അവർ, കമ്പല്ലിംഗ് എക്സിക്യൂട്ടീവ്സ് ടു ഇഷ്യൂ റിട്സ്, സബ്മിഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്സ്. അപ്പൊ ഇതില് ഏതാണ്? 1, 2 and 4 ആണ് വരിക. എക്സിക്യൂട്ടീവിനെ റിട്ട് ഇഷ്യൂ ചെയ്യാൻ കമ്പൽ ചെയ്യുന്നതൊന്നും പാർലമെന്ററി ഓവർസൈറ്റിൽ വരുന്നത് അതല്ല. ബാക്കി 3 ആണ് വരിക. പാർലമെന്ററി കമ്മിറ്റീസ്, ക്വസ്റ്റ്യൻ അവർ ആൻഡ് സീറോ അവർ, സബ്മിഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്സ് ആണ് വരിക. അപ്പൊ 1, 2 and 4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു 6 to 14 years വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ. ഏതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻസേർഷൻ ഓഫ് ആർട്ടിക്കിൾ 21A, അമെൻമെന്റ് ടു ആർട്ടിക്കിൾ 45, 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, 19th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അപ്പൊ അതിൽ ഏതാണ്? 1, 2 and 3 വരും അല്ലെ. 21A ആണ്, ആർട്ടിക്കിൾ 45 ആണ്, 86th അമെൻമെന്റ് ആണ്. 1, 2 and 3 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? അപ്പൊ സംരക്ഷിത വിവേചനം എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 16 clause 4 വരുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 16 വരുന്നത് സംരക്ഷിത വിവേചനം, 16 clause 4 കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? മാൻഡമസ്, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ടുള്ള കർത്തവ്യം ചെയ്യാത്തപ്പോൾ അയാളോട് കമാൻഡ് ചെയ്യാം, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന കമാൻഡ് ചെയ്യാം. മാൻഡമസ് അപ്പൊ അവിടെ ശരിയാണ്, ടു കമാൻഡ്. കോ വാറണ്ടോ, ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ. അല്ലെ, എന്ത് അർഹതയിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ബൈ വാട്ട് അതോറിറ്റി, എന്ത് അതോറിറ്റിയിലാണ് കയറി ഇരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ കോ വാറണ്ടോ, അതും ശരിയാണ്, ബൈ വാട്ട് അതോറിറ്റി. സെർഷ്യററി എന്ന് പറയുമ്പോൾ എന്താണ്? ടു ബി സർട്ടിഫൈഡ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. അങ്ങനെ ഒരു കേസ് പരിഗണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രൊഹിബിറ്റ് ചെയ്യണം. അവിടെ പ്രൊഹിബിഷൻ ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഇതാണ് തെറ്റായിട്ട് വരുന്നത്. സെർഷ്യോററി അല്ല, ഇവിടെ പ്രൊഹിബിഷൻ ആണ് വരുന്നത്. ഇനി ഹേബിയസ് കോർപ്പസ്, അനധികൃത തടങ്കലിനെതിരെ. ബോഡി സബ്മിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതാണല്ലോ അല്ലെ. അപ്പൊ അവിടെ ഹേബിയസ് കോർപ്പസ് ശരിയാണ്, അനധികൃത തടങ്കലിനെതിരെ. അപ്പൊ ഇവിടെ 3 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാ? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 എവിടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് കേട്ടോ, നെഹ്റു. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? അപ്പൊ ദ്വിമണ്ഡല നിയമസഭകൾ എന്ന് പറയുമ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് പാർലമെന്റിൽ എന്തുള്ളത് പോലെ രാജ്യസഭയും ലോക്സഭയും ഉള്ള പോലെ സ്റ്റേറ്റുകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാവും. അങ്ങനെ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതാന്ന് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഉത്തർപ്രദേശിലും തെലങ്കാനയിലുമാണ് ഈ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് അതിനെ പറയുക, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? അപ്പൊ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ എന്തൊക്കെ വേണം? ഇന്ത്യൻ പൗരനായിരിക്കണം. ശരിയാണ്, ഇന്ത്യൻ സിറ്റിസൺസിനാണ് പറ്റുക. ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. അത് തെറ്റാണല്ലേ. 21 വയസ്സ് മതി ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ തിരുവനന്തപുരത്തെ മേയറിന്റെ ഒക്കെ അറിയാലോ, 21 വയസ്സിലൊക്കെയാണ് അവർ ഇലക്ഷന് നിന്നത്. അടുത്തത്, തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അതും ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അടുത്തത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി, പി കെ തുങ്കൻ കമ്മിറ്റി.
ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? അപ്പൊ ആർട്ടിക്കിൾ 19 എത്ര അവകാശങ്ങളുണ്ട്? റൈറ്റ് ടു ഫ്രീഡം അതിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, 6 എണ്ണം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? അപ്പം ഒരാളുടെ പൗരത്വം നഷ്ടപ്പെടാൻ എത്ര വഴികളുണ്ട്? മൂന്ന് രീതിയിൽ അത് നഷ്ടപ്പെടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് വോളണ്ടറി റിനൗൺസിയേഷൻ, നമ്മളായിട്ട് അത് വേണ്ടാന്ന് പറയുക. പിന്നെ ടെർമിനേഷൻ അപ്പോൺ അക്വയറിംഗ് അനദർ കൺട്രി സിറ്റിസൺഷിപ്പ്, വേറൊരു കൺട്രിയിലെ പൗരത്വം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ആയി പോകും, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആയി പോകും. ഇനി ഡിപ്രീവേഷൻ ബൈ ഗവൺമെന്റ് ഡ്യൂ ടു ഫ്രോഡ്, ഡിസ്ലോയൽറ്റി ഓർ പ്രൊലോങ്ഡ് ആബ്സെൻസ്, അപ്പം എന്തെങ്കിലും ഫ്രോഡോ ഡിസ്ലോയൽറ്റിയോ കാരണം ഗവൺമെന്റ് ഡിപ്രൈവ് ചെയ്യും. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ്: വോളണ്ടറി റിനൗൺസിയേഷൻ, അതുപോലെ ടെർമിനേഷൻ, ഡിപ്രീവേഷൻ. അപ്പൊ 3 തരത്തിലാണ് ഒരാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് കേട്ടോ. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? അപ്പൊ സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കൺകറന്റ് ലിസ്റ്റിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. എ, ബി, സി, ഡി ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ, രാജീവ് കുമാർ, ബി, ജ്ഞാനേഷ് കുമാർ, സി, DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തരുന്നതിന് പകരം ഇവര് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അത് ആഡ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ബി പറഞ്ഞതാണ് ശരി ഉത്തരം അല്ലെ? ബി പറഞ്ഞത് എന്താ? ജ്ഞാനേഷ് കുമാർ എന്ന്. അപ്പൊ ബി പറഞ്ഞത് ശരി, ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ. അപ്പൊ ഇതിൽ ഏതാണ്? 1, 2, 3 പെടും അല്ലെ? സർക്കാരിയ കമ്മീഷൻ ഇതിനെ പറ്റിയിട്ടുള്ളതാണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷനെ പറ്റിയിട്ടുള്ളതാണ്, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇവിടെ 1, 2, 3 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, സിമ്പിൾ മജോറിറ്റി, അതായത് FPTP റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അപ്പൊ ഇതില് ഈ സിമ്പിൾ മെജോറിറ്റി സമ്പ്രദായം ഉണ്ടല്ലോ, FPTP, അതുമായിട്ട് ബന്ധമില്ലാത്തത് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം എന്തിന്റെയാണ്? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ ആണ് വരുന്നത്. പാർട്ടി ലിസ്റ്റിന് വോട്ട് ചെയ്യുന്നതൊക്കെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് അതിന്റെ ശതമാനത്തിനനുസരിച്ചിട്ട്, അതായത് എത്രയാണോ വോട്ടിംഗ് ശതമാനം അതിനനുസരിച്ച് റെപ്രസെന്റേഷൻ കിട്ടുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലാണ് പറയുക. അപ്പൊ 2ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ജോലി ചെയ്യാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. അപ്പൊ ഇത് 3ഉം അതിൽ പെടുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ജോലി ചെയ്യാനുള്ള അവകാശം എവിടെയാണ് വരുന്നത്? DPSP-യിലാണ്. NREGA പ്രകാരം DPSP-യിലാണ് വരുന്നത്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചിലർക്ക്. പക്ഷെ അത് എന്താന്ന് വെച്ചാൽ, ജോലി ചെയ്യാനുള്ള അവകാശം ആൻസർ കീ വെച്ച് നോക്കിയപ്പോഴും അണ്ടർ NREGA DPSP എന്നാണ് നമുക്ക് വ്യക്തമായത്. അപ്പം അത് പെടുന്നില്ല. ഇനി സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, അവിടെ എന്ന് പറയുന്നത് ചൂഷണത്തിനെതിരായ അവകാശം മൗലിക അവകാശത്തിലുണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പക്ഷെ ഇവിടെ സാമ്പത്തിക ചൂഷണം എന്ന് എടുത്തു പറയുന്നത് കൊണ്ട് അതും പെടുന്നില്ല. ഇനി സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, അതെവിടെയാ പറയുന്നത്? ആമുഖത്തിലാണ് പറയുന്നത്, പ്രിയാമ്പിളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ആ അവിശ്വാസ പ്രമേയം പാസ്സായാൽ അപ്പൊ അവിടെ അവരുടെ അധികാരങ്ങളെല്ലാം നിലയ്ക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പത്തെ ആ നിലവിലുള്ള മന്ത്രിസഭ അപ്പൊ തന്നെ ഇറങ്ങണം എന്നാണ്. പിന്നെ അടുത്ത മന്ത്രിസഭ വരുന്നവരെയൊന്നും അവർക്ക് തുടരാൻ പറ്റില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അത് വേണം എന്ന് വെച്ചാൽ ഇത് അഡ്മിറ്റ് ചെയ്യുന്നത്, അവിശ്വാസ പ്രമേയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു 50 ആൾക്കാരെങ്കിലും, 50 മെമ്പർമാരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ സഭയിലുള്ള 50 പേരെങ്കിലും അത് സപ്പോർട്ട് ചെയ്താലാണ് ഇത് അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് സ്പീക്കറുടെ അനുമതിയോടുകൂടി അത് സഭയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക.
എന്നിട്ട് അവിടെ ഒരു സിമ്പിൾ മെജോറിറ്റി, അതായത് അവിടെ പ്രസന്റ് ആയിട്ടുള്ളതിൽ ഒരു 51% സിമ്പിൾ മെജോറിറ്റി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് പാസ്സാവും. അങ്ങനെ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ അവരുടെ അധികാരം വിട്ടു നൽകേണ്ടതാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 6 മാസമാണ് 2 അവിശ്വാസ പ്രമേയങ്ങളുടെ ഇടയിലുള്ള കാലയളവ് വരുന്നത് കേട്ടോ. അപ്പം മിനിമം 6 മാസമെങ്കിലും വേണം. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. നമ്മളോട് ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചത്. അതുകൊണ്ട് 1ഉം 3ഉം. 1ഉം 3ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അപ്പോൾ അത് ശരിയാണല്ലേ. നമ്മുടെ ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ചിലത് വിദേശികൾക്കും വിദേശ പൗരന്മാർക്കും ലഭ്യമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പം ഡെസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ, എപ്പോഴാണ് ഡിസോൾവ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ? അവിടെ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 356 പ്രകാരമാണ് കേട്ടോ. ഇനി 352 വരുന്നത് നാഷണൽ എമർജൻസി ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അപ്പൊ 324 ഇലക്ഷൻ കമ്മീഷൻ, 352 എന്താണ് നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പം 360 ഇതുവരെ ഇമ്പോസ് ചെയ്തിട്ടില്ല. അടുത്ത ചോദ്യം, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 300A ഓപ്ഷൻ ബി അല്ലേ. മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഏത് ഭാഗത്താണ്? പാർട്ട് 4A അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വ്യാപാരവും വാണിജ്യവും വരുന്നത് യൂണിയൻ ലിസ്റ്റിലും പൊതുജനാരോഗ്യവും കൃഷിയും വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ് കേട്ടോ. FPTPയുടെ പൂർണ്ണരൂപം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യാപാരവും വാണിജ്യവുമാണ് കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് കേട്ടോ. ഇനി സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുക. അല്ലാത്ത പക്ഷം വ്യാപാരവും വാണിജ്യം യൂണിയൻ ലിസ്റ്റിൽ, സെൻട്രൽ കേന്ദ്രത്തിന്റെ അധികാരത്തിലാണ് വരിക. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അപ്പം അതിലേതാണ് വരിക? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. ഏതിലാണ്? ആർട്ടിക്കിൾ 338B ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ആർട്ടിക്കിൾ 338A എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്, NCST. 338 എന്ന് പറയുന്നത് NCSC ആണ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ 337 എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനെ പറ്റിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അത് ഇപ്പം ഇറ്റ് ഈസ് നോ ലോങ്ങർ ഇൻ ഓപ്പറേഷൻ. ഇപ്പം അത് ഇല്ല, നിലവിലില്ല, ആ സംഭവം നിർത്തലാക്കി. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ പറയുന്നത്. ഏതിനെ പറ്റിയിട്ട്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് 338B. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12ൽ കുറയാൻ പാടുള്ളതല്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. അപ്പൊ അതും ശരിയാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ആർട്ടിക്കിൾ 164 91ാമത്തെ അമെന്റ്മെന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ 91st അമെന്റ്മെന്റിലാണ് ഈ പറയുന്നത് 15% കവിയാൻ പാടില്ല എന്നുള്ളതും അതുപോലെ തന്നെ 12ൽ കുറയാൻ പാടില്ല എന്നുള്ളതും കേട്ടോ. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164 ക്ലോസ് 2 അനുച്ഛേദമാകുന്നു. അപ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 165 പ്രകാരമാണ് ഇത് പറയുന്നത്, ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ
സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു സ്റ്റേറ്റിൽ സംസ്ഥാന നിയമസഭയും നിയമസമിതിയും ഉണ്ടെന്ന് വിചാരിക്കുക, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉണ്ട്. അപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിന്റെ 1/3 ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പാടുള്ളൂ. ആൻഡ് അത് മിനിമം 40 മിനിമം വേണം. അപ്പം സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ് കേട്ടോ. ഇനി ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ അംഗം തന്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189 ആകുന്നു. അപ്പം അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 189 ശരിക്കും വോട്ടിംഗ് ഓഫ് ഹൗസസിനെ പറ്റിയിട്ടും അതുപോലെ പവർ ഓഫ് ഹൗസസ് ടു ആക്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വേക്കൻസീസ് ആൻഡ് കോരം, അപ്പോൾ കോരം തികയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേക്കൻസി വരുമ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടൊക്കെയാണ്, വോട്ടിംഗ് ഓഫ് ഹൗസസിന്റെ കാര്യങ്ങളൊക്കെയാണ് 189 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഒരു പണബിൽ നിയമസമിതിയിൽ അവതരിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 198(1) അനുച്ഛേദം പറഞ്ഞിരിക്കുന്നു. അപ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോൾ മണി ബില്ല് എവിടെ കൊണ്ടുവരരുത്, രാജ്യസഭയിൽ പറ്റില്ല, ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, നിയമസമിതിയിലല്ല, എവിടെയാണ്, നിയമസഭയിലാണ് അത് അവതരിപ്പിക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ഉദ്ഭവാധികാരം എന്ന് പറയുമ്പോൾ ഒറിജിനൽ ജുറിസ്ഡിക്ഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 131 കേട്ടോ, 131 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി നന്നായി പഠിക്കുക, നല്ലോണം പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ നമ്മൾ ലോഡിംഗ് ആണ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓൾസോ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ക്വയറീസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ അയച്ചു കൊടുക്കുക കേട്ടോ. So thank you so much for watching the video. Happy learning with Habitus.